ഹായ് ഗായ്സ്. ഇന്നലത്തെ മാച്ചസിൻ്റെ ഇന്ന് മോർണിംഗ് ഉള്ള മാച്ചസിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ടുള്ള വരവാണ്. അപ്പോൾ എല്ലാവരും കളി കണ്ടെന്നുള്ളത് വിചാരിക്കുന്നത്. ഇന്നലത്തെ മാച്ച് ബ്രസീലിൻ്റെ കളി എങ്ങനെയാലും കണ്ടിട്ടുണ്ടാവും. സീന് കളിയായിരുന്നു. ജപ്പാനെ പെർഫോമൻസിൻ്റെ ഒരു പേടി എങ്ങനെ ആയാലും ഉണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നല്ല പെർഫോമൻസ് ചെയ്യുന്നതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഫസ്റ്റ് ഗോള് ഒരു 26-26 മിനിറ്റിലാണ് ഫസ്റ്റ് ഗോൾ ഒരു സ്കോർ ചെയ്തത്. ആ സ്കോർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോൾ ചാനലിൽ പോയ ലൈവ് എടുത്ത് നോക്കി. അതിൽ ഫസ്റ്റ് ഉണ്ട്. ലൈവ് സീനായിരുന്നു. ഒരു 10-40 ആളോളം ഉള്ള ഹാളിൽ നമ്മൾ അക്കാഡമിയിൽ വെച്ചിട്ട് നടത്തുന്നത് ഇവിടെ അല്ല. അപ്പം അത്രയും ആൾക്കാർ ഉണ്ടായിരുന്നതാണ്. അതിലൊരു ഒരു 30% ബ്രസീൽ ഫാൻസ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ബ്രസീൽ തോൽക്കണമെന്ന് വിചാരിച്ചു വന്ന ആൾക്കാരാണ്. സോ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലൈവിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് പോയി നോക്കിയാൽ മതി. ആ ഒരു കുന്തലിപ്പോൾ കൂടെ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ഹാഫിൽ ബ്രസീലിനെ എന്താ വെച്ചാൽ വൺ ടൈറ്റ് ടാക്കിൾ ചെയ്യുന്നു. ഡിഫെൻസ് ജപ്പാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് സൗണ്ട് ഓക്കെയല്ലോ നോക്കിയിട്ട്. ജപ്പാൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ മറ്റുള്ള ടീമിൻ്റെമാർക്ക് ആരെടുത്തും പോയി ഒരു ഫൗൾ ചെയ്തിട്ട് റഫറി കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പോയിട്ട് ഇരുന്നുണ്ടല്ലോ എന്താണ് ഒരു ആർഗ്യുമെൻറ്റിന് പോവുമല്ലോ. ആ വക പരിപാടിക്കൊന്നും ബ്രസീൽ നിൽക്കലില്ല. ജപ്പാൻ നിൽക്കലില്ല. ഇന്നലെ ബ്രസീലും അങ്ങനെ ചോദിച്ചു ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ബാക്കിയുള്ള കളികളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. സാധാരണ അപ്പീൽ പോണ പരിപാടിയുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല. ജപ്പാനെ സംബന്ധിച്ചിട്ട് ഒരു ഫൗള് കിട്ടി, 3 യെല്ലോ കാർഡ് കിട്ടി. ആ 3 യെല്ലോ കാർഡും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജപ്പാൻ പോയിട്ടില്ല. ആ 3 യെല്ലോ കാർഡ് പോലും ചെയ്തത് തന്നെ പക്ക ടീമിന് വേണ്ടി ചെയ്ത ഫൗളായിട്ട് വേണം കൂട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇല്ലാണ്ടെങ്കിൽ സ്കോർ ആവേണ്ട സംഭവങ്ങളാണ്. ഒരു ഫസ്റ്റത്തെ ഹാഫ് എന്ന് പറയുമ്പോൾ ജപ്പാൻ്റെ ഡിഫെൻസ് വൺ ടൈറ്റ് ചെയ്യുന്നു. വിനീഷ്യസിന് 2-3 പേര് ലോക്ക് ചെയ്തിരുന്നത്. കാരണം ആ ഒരു കഴിഞ്ഞ ഗ്രൂപ്പ് സ്റ്റേജിൽ 3 മാച്ചസും വിനീഷ്യസിൻ്റെ ഒരു പെർഫോമൻസ് കാരണം മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നല്ലോ. അതുകൊണ്ട് ഇന്ന് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിനീൻ എന്ത് ചെയ്തിട്ടില്ല. വിനീൻ ഒന്ന് ഇപ്പോൾ ഒരു ബ്രീത്തബിൾ സ്പേസ് പോലും ജപ്പാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത്രയും ടൈറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള കളിയായിരുന്നു. ആ ഒരു ഡിഫൻസ് പൊട്ടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 26 മിനിറ്റിലെ ഗോൾ കൂടി കയറിയപ്പോൾ കഴിഞ്ഞ്. നമ്മളെ യൂട്യൂബിൽ അതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈവിൽ പോയാൽ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയായിരുന്നു ബിഫോർ ആൻഡ് ആഫ്റ്ററൊക്കെ. എത്ര ആൾക്കാർ ബ്രസീൽ തോൽക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, പിന്നെ അതിന്ന് ഫസ്റ്റത്തെ മാച്ച്, ആ മാച്ചിലുണ്ടായിരുന്ന അതിൻ്റെ സ്റ്റാറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൽ പിന്നെ സെക്കൻഡ് ഹാഫിലാണ് അതിനിടയിൽ കസമേരയ്ക്ക് ഒരു റെഡും കിട്ടി, യെല്ലോ കാർഡ് കിട്ടി. ആ യെല്ലോ കാർഡ് പറഞ്ഞു കഴിഞ്ഞാൽ 12 സംതിങ് മിനിറ്റ് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലാണ് അതുകൂടി കിട്ടിയത്. അതുകൂടി കിട്ടിയോട് കൂടിയിട്ട് സംഭവം അൽക്കുലത്തായിരുന്നു. ഒരു മിനിറ്റ്, സംഭവം ആകെ അൽക്കുലത്തായിരുന്നു ആ സമയത്ത്. കാരണം പിന്നെ ആളെ സംബന്ധിച്ച് ഡിഫെൻസ് പാളാൻ വേണ്ടിയിട്ട് പാടില്ല. ആ ഒരു ടെൻഷനായിട്ട് ഉള്ള കളി കളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ പക്ഷേ ഫസ്റ്റ് ഹാഫ് ഫുൾ ഓൾമോസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പൊസിഷൻ ബ്രസീലിൻ്റെ കയ്യിലുണ്ടെങ്കിൽ പോലും കളി ഫുള്ള് ഉണ്ടായിരുന്നത് ജപ്പാൻ്റെ കയ്യിലാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഉണ്ടായപ്പോഴാണ് കളി മാറിയത്. സെക്കൻഡ് ഹാഫിൽ നോക്കിയാൽ നമുക്കറിയാം ഇതുവരെ ഉള്ള സ്റ്റാറ്റ്സാണ് ഈ വരുന്നത്. സെക്കൻഡ് ഹാഫ് ഉണ്ടായി കഴിഞ്ഞാലുള്ളത് ഫുള്ള് ബ്രസീലിൻ്റെ കളിയാണ്. ഈ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തല്ലോ അല്ലേ. ഫസ്റ്റ് 10 മിനിറ്റിൽ മാക്സിമം എത്ര സ്കോർ ചെയ്യാൻ പറ്റും അതിൽ അറ്റാക്കിങ്. കാരണം ഈ ഡിഫൻസ് പൊട്ടിക്കല്ലാതെ വേറെ വകുപ്പില്ല. അതിന് വേണ്ടിയിട്ട് പിന്നെ ഇവർ ട്രൈ ചെയ്തെന്ന് വെച്ചാൽ ഹൈ ബോൾസ് ഇട്ട് കൊടുക്കുക, സ്കോർ ചെയ്യാൻ ചെയ്യുന്നു. അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഹൈ സ്കോറിൽ ചെയ്തു കൊടുത്തു. പിന്നെ കസമേരനെ ഹെഡ് ചെയ്തു, നേരെ ഗോളായി. ഈ പറഞ്ഞതിൻ്റെയൊക്കെ വിഷ്വൽസ് നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ ലൈവിൽ അല്ലെങ്കിൽ റീൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി കണ്ട ഒരു മജ കിട്ടും. അതായിരുന്നു അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് എത്രാമത്തെ മിനിറ്റിലായിരുന്നു കളി കഴിയുന്നതിൻ്റെ കുറച്ച് മുമ്പ്. കളി തുടങ്ങി 5-ാം മിനിറ്റിൽ എന്നുവെച്ചാൽ എക്സ്ട്രാ ടൈം പോയി. മിക്കവാറും നമ്മുടെ അടുത്ത എക്സ്ട്രാ ടൈമും കാര്യങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ച ആ സമയത്തായിരുന്നു ആ ഗോള്. എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ ആ ഒരു അഡ്രിനാലിൻ റഷിൽ എനിക്ക് ഗോൾ എങ്ങനെ വന്നെന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ല. ഞാൻ ഇനി ഒരു ഹൈലൈറ്റ്സ് എടുത്തൊന്ന് കാണണം. അത് വന്നിക്കണം അതിൻ്റെ ഹൈലൈറ്റ്സിൻ്റെ അനിമീൻ്റെ ഉണ്ടെങ്കിൽ തൊട്ട് 3 പോകുന്നോട്ടെ ബാക്കിയുള്ള ഉണ്ടെങ്കിൽ
ആ അത്ര പെർഫോമൻസ് ചെയ്യുന്നത് അതിന് വന്നത്. ഏതായാലും കളിച്ച് ജയിച്ചു ബ്രസീൽ. നെയ്മറിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് അത് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ഇൻ കേസ് എക്സ്ട്രാ ടൈമിലേക്ക് മാച്ച് പോവും എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ബ്രസീൽ ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. കാരണം ഒരു 60-65 മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്ത് ബ്രസീൽ ഈക്വലൈസ് ചെയ്തല്ലോ. ഈക്വലൈസ് ചെയ്തുകൊണ്ട് കൂടിയിട്ട് പിന്നെ അപ്പോൾ അതാണ്, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഇറങ്ങിയെന്ന് പറഞ്ഞു. നെയ്മർ അപ്പം തന്നെ ഇറങ്ങായിരുന്നു. ബട്ട് ഗോൾ സ്കോർ ചെയ്തപ്പോൾ പിന്നെ ആ ഒരു മൊമെൻറ്റം ഉണ്ടല്ലോ, ഒരു ടീമുകൾ തമ്മിൽ കോർഡിനേഷൻ ബ്രേക്കായി പുതിയൊരു കോർഡിനേഷൻ ഉണ്ടാക്കണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഹോൾഡ് ചെയ്തതെന്ന് പറഞ്ഞു. ബട്ട് അത് നല്ലതായിരുന്നു. ആ ഒരു കളി ഏതായാലും സെറ്റ് കളിയായിരുന്നു. പിന്നെ മാർട്ടിനലി ആണെങ്കിൽ നല്ല പാസസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നോട് കൂടിയിട്ട് കളി കുറച്ചും കൂടി സെറ്റായി. കാരണം വിനീഷ്യസിനെ മാത്രം മാർക്ക് ചെയ്താൽ പോരവർക്ക്. അങ്ങനെയായിരുന്നു ആ ഒരു സ്കോറിൻ്റെ തന്നെ. കളി നമ്മുടെ ലൈവിൽ എപ്പോഴും നമ്മൾ അന്നത്തെ മാച്ചിൻ്റെ ലിങ്ക് കൊടുക്കലുണ്ട് ചാറ്റിൽ. മാച്ചസ് ലിങ്ക് കൊടുക്കലുണ്ട് കാണാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഫസ്റ്റത്തെ മാച്ച്. സീന് കളിയായിരുന്നു. ജപ്പാനാണെങ്കിൽ നല്ല അടിപൊളി നെക്സ്റ്റ് വേൾഡ് കപ്പ് ഒക്കെ സീന് ടീമായിട്ടും ജപ്പാൻ എത്തുണ്ടാവുക. ബ്രസീലിന് ഏറ്റവും മുറ്റുകൊണ്ട് കൂടിയിട്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് വേറെ വല്ലതിലാണെങ്കിൽ ക്വാർട്ടറോ അല്ലെങ്കിൽ സെമി വരെയെങ്കിലും എത്താൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്നലെ നടന്ന 2 മാച്ചസും പെനാൽറ്റിയിലാണ് തീർന്നത്. ഒന്നുണ്ടായിരുന്നത് ജർമ്മനി ആൻഡ് പരാഗ്വേ ആയിരുന്നു. അതിൽ ജർമ്മനി ഔട്ടായി, ജർമ്മനി പുറത്താവുണ്ടായത്. അതിൽ കളി ഫസ്റ്റ് പരാഗ്വയാണ് ഗോൾ സ്കോർ ചെയ്തത്. ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് പരാഗ്വേ സ്കോർ ചെയ്തു. പിന്നെ ഹാഫ് ടൈമിന് ശേഷം 84-ാമത്തെ മിനിറ്റിലാണ് റിട്ടേൺ ഗോൾ സ്കോർ ചെയ്തത്. ഇതിൽ തന്നെ ജർമ്മനി കളി അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്, ഒരു ഹെഡർ. ബട്ട് അത് വാറിൽ ഇപ്പോൾ സ്ട്രൈക്കറെ കൈ ഗോൾ കീപ്പറെ മേത്ത് തട്ടി ഗോൾ കീപ്പർ വീണു, അത് ഫൗളാണ് പറഞ്ഞിട്ട് ആ ഗോള് റിവേർട്ട് ചെയ്തത്. ബട്ട് ആ വാർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ ഫൗളൊന്നും ഇല്ല. അത് മീൻസ് കൈ ഇങ്ങനെ ഉണ്ട്, ഗോൾ കീപ്പർക്ക് ടച്ച് ചെയ്തിക്കണോ മര്യാദക്ക് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ചർച്ച ഉണ്ട്, അത് ഒരു ഡേ ലൈറ്റ് റോബറിയാണ് ജർമ്മനിക്കെതിരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം നടക്കുന്നുണ്ട്. പെനാൽറ്റിയിലേക്ക് പോയി 3-4 പരാഗ്വേ ജയിച്ചു. അതുണ്ടായത് സ്റ്റാർട്ടിങ് മുതൽ തന്നെ എല്ലാവരും പറയുന്നത്. ഇപ്പം ജർമ്മനി ജയിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് പോലും നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും പറഞ്ഞത് ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ജർമ്മനി തോൽക്കാനാ ചാൻസ് എന്നുള്ളത്. പരാഗ്വേ ഒരു 42-ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന 41-ൽ നിൽക്കുന്ന രാജ്യമാണെങ്കിലും ജർമ്മനിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ചിട്ട് വീക്കാന്ന് പറഞ്ഞു. അതിനനുസരിച്ച് തന്നെ ഉണ്ടായത്. ആ ഒരു ഗോളിൻ്റെ വിഷയം ഏതായാലും നിങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇനി കണ്ടുവരാൻ ചാൻസ് ഉണ്ടാവും. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കണം. ഏതായാലും അത് ഈ കളി കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് അതിൻ്റേത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ നടന്നതിൽ പരാഗ്വേ 1-1 കളി അവസാനിച്ചു. പെനാൽറ്റിയിലാണ് ആ കളിയും കഴിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നടന്ന ഇപ്പോൾ മോർണിംഗിൽ നടന്ന മാച്ചാണ് നമ്മുടെ ഇവിടെ നെതർലാൻഡ്സ് മൊറോക്കോ മാച്ച്. ഈ മാച്ചും 1-1 ഡ്രോ ആയി, പെനാൽറ്റി പോയി. ഈ മാച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള ഒരു ഡോമിനൻ്റ് മാച്ചസാണ് രണ്ടുപേരും നടത്തിയത്. ഒരു അറ്റാക്കിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്റ്റാറ്റ്സ് നോക്കിയാൽ നമുക്ക് അറിയാം. ബോൾ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് മൊറോക്കോൻ്റെ കയ്യിലാണ് ബോൾ. ബട്ട് ഗോളും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഷോട്ട്സ് ആണെങ്കിലും പിന്നെ ടോട്ടൽ ടച്ചസ് ഒക്കെ ആണെങ്കിൽ പോലും ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. ആ കാര്യങ്ങളൊക്കെ പൊസിഷൻ ഭയങ്കര മാറ്റം. ഇപ്പോൾ ബ്രസീലും ജപ്പാനിലും പൊസിഷൻ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. ബട്ട് ജപ്പാനെ അവരെ സംബന്ധിച്ച് ലാസ്റ്റ് കിട്ടിയ ഗ്യാപ്പിൽ പോലെ അടിച്ച് ഗോളാക്കി എന്നുള്ളതാണ് അതിന് വരുന്നത്. പിന്നുള്ളത് ഇപ്പോൾ മൊറോക്കൻ്റെ ഇതിൻ്റെ പെനാൽറ്റിയിലാണ്. പെനാൽറ്റിയിൽ ലാസ്റ്റ് എക്സ്ട്രാ ടൈമിലാണ് മൊറോക്കോ റിട്ടേൺ ഗോൾ ഇട്ടിട്ട് ഡ്രോ ആക്കിയിട്ടുള്ളത്. നെതർലാൻഡ്സ് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ജയിക്കുമെന്ന് പല പ്രവചനങ്ങളും ഇതിന് മുമ്പ് വേൾഡ് കപ്പ് പ്രവചിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾക്ക് പാളി. ഏതായാലും നന്നായി, ഏതായാലും ഉഷാറായി ഒക്കെ. ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ തന്നെ പെനാൽറ്റിയിൽ ലാസ്റ്റത്തെ 2 നെതർലാൻഡ്സിൻ്റെ പെനാൽറ്റി ഷോട്ട് മിസ്സാണ്. ഒന്ന് പുറത്തേക്ക് പോയി, 4ാമത്തെ ഷോട്ട് പുറത്തേക്ക് പോയി. മൊറോക്കോക്ക് വേണ്ടി അടിക്കാൻ വന്ന ഹക്കീമിയാണ്. ഹക്കീമിൻ്റെ അടി നേരെ ബാറും തട്ടിയിട്ട് അത് പോയി. പിന്നെ നെതർലാൻഡ്സിൻ്റെ പ്ലെയർ അടിച്ചത് നേരെ ഗോൾ തടുത്തിട്ടു. മൊറോക്കോ അടിച്ചത് നേരെ ഗോളാവുകയും ചെയ്തു. അതുകൊണ്ട് 2-3 എന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെതർലാൻഡ്സ് അടിച്ച 3 ഗോളും 3 പെനാൽറ്റി ഷോട്ടും മിസ്സാണ്. മൊറോക്കോ അടിച്ച 2 പെനാൽറ്റി ഷോട്ടും മിസ്സാണ്.
അതാണ് ഈ ഇന്നത്തെ മാച്ച്. ഇന്നലെ ഇപ്പോൾ നടന്ന മാച്ചിൻ്റെത്. ബ്രസീൽ സീന് കളിച്ച് ജയിച്ചു തന്നെ കാണാം. ബ്രസീലിൻ്റെ കളി എന്ത് ചെയ്തു? 2-1 കളി ജയിച്ചു. കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മളെ ലൈവിൽ പോയി കഴിഞ്ഞാൽ ഇന്നലത്തെ മാച്ചസിനെ ഫുള്ളുണ്ട്. ഗോൾ അടിച്ച സംഭവങ്ങളിൽ മാത്രം റിയാക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർത്താവും. നമ്മൾ ഷോർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം. നമ്മളപ്പം ലൈവ് കാണുന്ന സമയത്ത് ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു സന്തോഷമാവും. കിക്കിലും ഉണ്ട്, അതിന് ലിങ്ക് നമ്മുടെ ബയോയിലുണ്ട്, യൂട്യൂബിലും കാണുന്നുണ്ട്. ലൈവ് മാച്ചിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ആ സമയത്ത് കൊടുക്കാറുണ്ട് ചാറ്റിൽ. സോ അങ്ങനെ ഫസ്റ്റ് മാച്ചിൽ നടന്നതിൽ ഇന്നലെ ഇപ്പോൾ 24 ഈ ഒരു ടൈമിൽ നടന്നതിൽ ബ്രസീൽ 2-1 ജയിച്ചു. നെതർലാൻഡ്സും മൊറോക്കോയുള്ള കളി 1-1 ഡ്രോ ആയി. പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ മൊറോക്കോ ജയിച്ചു. ജർമ്മനി പരാഗ്വെ 1-1 ഡ്രോ ആയിരുന്നു. പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ഐ തിങ്ക് 4-3 പരാഗ്വെ ജയിച്ചു. ജർമ്മനിനെ തോൽപ്പിച്ചു. ജർമ്മനി പുറത്തുപോയി. ഇനിയുള്ളത്, സോ ഇനി അപ്കമിങ് മാച്ചസിൻ്റെ സംഭവം ഇപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ആയി വരികയാണ്. ഇപ്പോൾ അതോ അടുത്ത റൗണ്ട് ഓഫ് 16 വരാൻ പോകുന്നതിൽ കാനഡയും മൊറോക്കയാണ്. അതിൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും നമ്മുടെ മൊറോക്കോ ഓലിങ് അടിച്ചുകൊണ്ട് നേരെ വരും സെമിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ അതന്നെ ഇതിൽ വരും. മൊറോക്കോ സെമി എത്തുമോ? ചാൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഇന്നത്തെ മാച്ചസും നമുക്ക് നോക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്ന് എല്ലാ മാച്ചും ലൈവ് ഇടാനും പറ്റില്ല. പക്ഷേ ഇടേണ്ട അവസ്ഥയുണ്ട്. നല്ല പെർഫോമൻസ് ആയിക്കണേ. ഒരു മിനിറ്റ്. ഇനി നമുക്കുണ്ടാവുന്ന ഫിക്സേഴ്സ് നോക്കാം. ഫിക്സേഴ്സിലെ ഇനിയുള്ള 24 hourലുള്ള ഇന്ന് രാത്രി കളിയുണ്ട്. നോർവേ ആൻഡ് ഐവറി കോസ്റ്റ്. അതും കുഴപ്പമില്ലാത്ത കളിയാവും. 2:30 ഫ്രാൻസും സ്വീഡനും. പിന്നെ മെക്സിക്കോ എക്വഡോർ മോർണിംഗിൽ വെച്ചാൽ അത് രാത്രിയാണുള്ളത്. അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 10:00 മാച്ച് ഇംഗ്ലണ്ടും കോങ്കയും. ഇതിലിപ്പോൾ ഇംഗ്ലണ്ട് സുഖമായിട്ട് ജയിച്ച് കയറും. മെക്സിക്കോ ആൻഡ് ഇക്വഡോറും നോക്കണം. ഇത് ഫ്രാൻസിന് ഈസി വിൻ ആവും. ഇവിടെ ഇതും ചിലപ്പോൾ ടൈറ്റ് ആവും. ഹാലൻഡിനെ പോലെ എങ്ങനെയാണ് പിടിച്ച് കിട്ടണമെന്നനുസരിച്ചിട്ടിരിക്കും ആ കളി. ഞാൻ കാത്തു നിൽക്കുന്ന മാച്ച് അർജൻറ്റീനയുടെ മാച്ചാണ്. ഒന്നൊന്ന് പൂസി വിടാണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ആ റീല് ഞാനൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. എന്തിൻ്റെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുണ്ടല്ലോ ലൈവ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ലൈവ് നമ്മൾ നടന്നു, അതിൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2-3 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അപ്ലോഡ് ചെയ്ത സംഭവങ്ങൾ മാത്രം ഒന്ന് കേൾപ്പിച്ചു തരാം. നിങ്ങൾക്കത് എന്താ അവസ്ഥ കേൾക്കുമോ എന്നുള്ളത് നോക്കി നോക്കട്ടെ. അപ്പോൾ ലൈവിന് എപ്പോഴും നിങ്ങൾ ലൈവ് മാച്ച് കാണുകയാണെങ്കിൽ നമ്മളതും കണ്ടിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടാവും ഞങ്ങൾക്ക്. അതല്ല എന്ത് ചെയ്യും, നോർമലായിട്ടുള്ള ഒരു കളി കാണുന്നില്ല, നിങ്ങൾക്ക് ലിങ്കിൻ്റെ ഒക്കെ ആവശ്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ നമ്മളെ ലൈവിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ അന്നത്തെ മാച്ചസിൻ്റെ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യലുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കാണുകയും ചെയ്യാം. സെക്കൻഡ് കിട്ടാ, ഞാൻ ഒരു വിൻഡും കൂടി ഒന്ന് ആഡ് ചെയ്യട്ടെ. അതും കൂടി കാണിച്ചതിന് ശേഷം നമുക്ക് ഏതായാലും ഇന്നത്തെ ഇത് നിർത്താം. എന്നിട്ട് രാത്രിയിലത്തെ മാച്ചസ് ഏതൊക്കെ നോക്കി ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി സെറ്റ് ചെയ്യാം. ഓക്കെ, സൗണ്ട് കേൾക്കുന്നുണ്ടാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ആയിട്ട് അത് പ്ലേ ചെയ്യണുള്ളൂ. ലെറ്റ് മീ പ്ലേ. ഇതായത് ഇന്നലത്തെ നമ്മൾ കട്ട് ചെയ്ത സംഭവം. ഓരോ സ്കോർ ചെയ്തൊക്കെ ഞാനൊക്കെ ഫസ്റ്റ് നിൽക്കാൻ വേണ്ടിയില്ല, ചെറിയ ഡിലേ ഉണ്ട് ലാഗിൽ. ഒരു റിട്ടൺ രണ്ടാമത് പോലും കൊടുക്കട്ടെ. അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഇത് പ്രശ്നമില്ല. പിന്നെ ഒരു ലാസ്റ്റ് ടാപ്പിലാണ് ഇടാം. ലാസ്റ്റ്
അതായിരുന്നു. ഓക്കെ, അപ്പോൾ അതായിരുന്നു അതിൻ്റെത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈവിൽ ജോയിൻ ചെയ്യാൻ കുറച്ചും കൂടി രസം ഉണ്ടാവും നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ. ഏതായാലും ചാനലും കാര്യങ്ങളൊന്നും ലൈക്ക് ചെയ്തിട്ടൊന്ന് പോവുകയാണെങ്കിൽ മച്ച് ബെറ്റർ. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ്സുകൾ. മാച്ചസിൻ്റെ ഇത് ബ്രസീൽ 2-1 ജയിച്ചു, ജർമ്മനി 1-1 ഡ്രോ ആയിരുന്നു, പെനാൽറ്റിയിൽ പരാഗ്വേ ജയിച്ചു, നെതർലാൻഡ്സ് മൊറോക്കോയും കൂടി 1-1 ഡ്രോ ആയി, പെനാൽറ്റിയിൽ മൊറോക്കോ ജയിച്ചു. ബാക്കി അപ്ഡേറ്റ്സ് ആയിട്ട് ഏതായാലും അടുത്ത ലൈവിൽ കാണാം. സോ ബൈ.